السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كلة حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. വന്യരായ വില്യാപ്പള്ളി ഉസ്താദ് എന്ന അറിവിൻ്റെ അനന്തഗോപുരത്തെ സ്വന്തം നാട്ടിലെ പൗരാവലി നൽകുന്ന ഏറ്റവും അനുയോജ്യമായ സ്വീകാരത്തിൻ്റെ ഈ സദസ്സിൽ പ്രിയപ്പെട്ട ഉസ്താദിനെ സ്നേഹിച്ചെത്തിയ നൂറുകണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാനും. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ സംശയങ്ങളുണ്ടാകുമ്പോൾ വർഷങ്ങളോളമായി അവർ പരിഹാരം തേടിയെത്തുന്നത് അല്ലെങ്കിൽ പരിഹാരത്തിനായി കാണുന്നത് ഉസ്താദിന്റെ പ്രഭാഷണങ്ങളെയോ അല്ലെങ്കിൽ ഉസ്താദിന്റെ സാമീപ്യത്തെയാണ്. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാവുകയും അറിവുകൊണ്ട് ലോകത്ത് നിറസാന്നിധ്യമാവുകയും ചെയ്യുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഉസ്താദിന്റെ ഈ വളർച്ചയും ഈ ജനകീയതയും കാണുമ്പോൾ പണ്ടൊരാളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു നാട്ടിൽ അയൽവാസികളായ രണ്ടുപേർ, പേരുകൊണ്ടൊക്കെ ഒരേ നാട് ചേർത്തി പറയാൻ പറ്റുന്നവർ തന്നെ ആയിരിക്കാം അവർ. അങ്ങനെയൊക്കെയുള്ള രണ്ടാളിൽ ഒരാൾ നല്ല സമ്പന്നനായിരുന്നു, മറ്റൊരാൾ ദരിദ്രനും. അത് അറിവ് കൊണ്ടുള്ള സമ്പന്നതയും അജ്ഞത കൊണ്ടുള്ള ദാരിദ്ര്യവുമാവാം. അങ്ങനെ അതിൽപ്പെട്ട അറിവുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ള ആളുടെ വളർച്ച കണ്ടപ്പോൾ മറ്റേയാൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു അത്രേ, എന്റെ അയൽവാസിയായ അഹമ്മദ് ഹാജിയെപ്പോലെ എന്നെ നീ ഉയർത്തണേ പടച്ചോനെ എന്ന് നിരന്തരം ദുആ ചെയ്തത്രേ. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതെ വന്നപ്പോ അവസാനം അയൽവാസിയായ അഹമ്മദ് ദുആ ചെയ്തത്രേ. ആ പ്രയോഗത്തിന് പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലരുടെ വായിൽ നിന്ന് എപ്പോഴും വരുന്ന വാക്കാണത്. ചിലരുടെ അടുത്ത് പലപ്പോഴും ഇരിക്കാൻ സാധിച്ചപ്പോ അദ്ദേഹം എന്നെ അടക്കം പലരെയും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഹമ്മദ് എന്ന്. അഹമ്മദ് പ്രാർത്ഥിച്ചത്രേ, റബ്ബേ എന്റെ അയൽവാസിയെപ്പോലെ അഹമ്മദ് ഹാജിയെപ്പോലെ നീ എന്നെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലാതിരുന്നപ്പോ ഒരു ദിവസം രാവിലെ വുളു എടുത്തു വന്നിരുന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചത്രേ, ഇത്രയും കാലം ഞാൻ ദുആ ചെയ്തിട്ട് നീ ഉത്തരം തന്നില്ല റബ്ബേ, ഇനിയൊരു ഫോർമുല ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, ഈ പ്രാർത്ഥനയെങ്കിലും നീ സ്വീകരിക്കണേ. അദ്ദേഹത്തെ പോലെ എന്നെ നീ ആക്കിയില്ലെങ്കിലും എന്നെപ്പോലെ നീ അദ്ദേഹത്തെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചു അത്രേ. അതുപോലെ അറിവുണ്ട് എന്ന് തോന്നിയിട്ടും അറിവില്ലാതെ പോയ ചിലർ സംഘടനാ പ്രവർത്തനത്തിന്റെ ബലത്തിൽ മാത്രം കേരളം മുഴുവൻ നടത്തുമ്പോ ആ സംഘടനാ ബലത്തിൽ ചുറ്റും കൂടാൻ ഗാർഡുകൾ, സ്വന്തം ബോഡി ഗാർഡുകളെ പോലെ വളർന്നു വന്ന മക്കളുടെ പിൻബലത്തിൽ മാത്രം നാട് നീളം നടന്നപ്പോ ആ അഹങ്കാരത്തിൽ ചിലർ അറിയാതെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞുപോയി. അത് ഈ നാട്ടിൽ ഒരു വലിയ സ്വീകാര്യത നാട്ടിന്റെ പണ്ഡിതന് നൽകാൻ കാരണമായെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ അത്ഭുതത്തോടെ കേട്ടു, മർക്കസു സഖാഫത്ത് സുന്നിയയിൽ ഇരുന്ന് വർഷങ്ങളോളം കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും വിദേശത്തെ പ്രവർത്തനങ്ങൾക്കും
മാത്രമല്ല ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പേരിലും പ്രബോധകൻ എന്ന് പറഞ്ഞു നടന്നൊരാൾ ഈ നാട്ടിൽ പ്രസംഗിച്ചൊരു പ്രസംഗത്തിന്റെ വാചകങ്ങൾ കേട്ടപ്പോ നാണിച്ച് തലതാഴ്ത്തിപ്പോയി, ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി. തന്നെക്കാൾ കഴിവും ശ്രേഷ്ഠതയുമുള്ളൊരു പണ്ഡിതനെക്കുറിച്ച് വെറും ഇല്ലാ കഥകൾ പറയാൻ മാത്രം പൊതു സ്റ്റേജ് വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വൃത്തികെട്ടൊരു സ്വഭാവം ആർക്കാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അതിഥിയായി മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ അന്നൊന്നും നിങ്ങളെടുത്ത് വന്നപ്പം ഒരു വില്യാപ്പള്ളിക്കാരനെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് അന്ന് നിങ്ങളോടൊപ്പം ഇരിക്കാൻ എനിക്ക് തോന്നാറുണ്ട് തൊട്ടടുത്ത കസേരയിൽ. ഇവിടെ വന്നിട്ട് ഞാൻ തൊട്ടു പിന്നിലല്ല, അതിന്റെ പിന്നിലാണ് നിന്നത്. ആ ഇൽമിനോടുള്ള ബഹുമാനമുണ്ടായിരുന്നത്. രണ്ട് വ്യത്യസ്തമായ വ്യക്തികളെ തിരിച്ചറിയാനും ആ വ്യക്തികളിലേക്ക് അടുക്കാനും ശ്രമിക്കുമ്പോഴുള്ള ആ അറിവിന്റെ സാഗരങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴുള്ള നിൽപ്പങ്ങനെ വേണമെന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദും മക്കളൊക്കെ ദീൻ പറയാൻ നിങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ ഒരുപക്ഷെ നിങ്ങളെ യഥാർത്ഥം ഈ നാട്ടുകാർക്ക് കൂടുതൽ അറിയാറുണ്ടാവില്ല. പക്ഷേ കോഴിക്കോടാണ് നിങ്ങളുടെ നിൽപ്പ്, കോഴിക്കോടാണ് നിങ്ങളുടെ ജീവിതം, കോഴിക്കോടും പരിസരവുമാണ് നിങ്ങളുടേത്. ഞാൻ നിങ്ങളുമായി ഒരുപാട് അടുത്തിട്ടുണ്ട്. കാന്തപുരത്തോട് മാത്രമല്ല, നിങ്ങളുമായിട്ട് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയിക്കരുതെന്ന ആമുഖം മാത്രമാണ് ഞാൻ പറയുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നാട് മുഴുവൻ ഫിത്നയും ഫസാദും ഉണ്ടാക്കി സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ കോഴിക്കോട്ടുള്ള കേരളത്തിലുള്ള ഒരുപാട് ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ വില്യാപ്പള്ളി ഉസ്താദ് ഉണ്ടായിട്ടുണ്ട്. ഈ ഉസ്താദല്ല, മറ്റേ ഉസ്താദ്. ഞാൻ ഓർക്കുന്നു 24 വർഷം മുമ്പ് എന്റെ നാട്ടിൽ ഒരു ലഘുലേഖ ഇറങ്ങിയ ഒരു ചെറിയ പുസ്തകം ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഗൾഫിലുള്ള ഏതോ സമസ്തക്ക് വിരുദ്ധരായി നിൽക്കുന്ന ഞങ്ങളുടെ പഴയകാലത്തെ പ്രവർത്തനത്തിലുള്ള ആളുകളാണത് തീരുമാനിച്ചത്. അവരാദ്യം തീരുമാനിച്ചത് അത് ഇങ്ങനെ, ഞങ്ങളെ വലിയൊരു മഹല്ലാണ്, 1200ഓളം വീടുകളുള്ള വലിയ മഹല്ലാണ് രാമന്തളി. ആ രാമന്തളി പഞ്ചായത്തിൽ തന്നെയാണ് നേരത്തെ ഇസ്മായിൽ സക്കാഫി സൂചിപ്പിച്ച ഉള്ളാൾ തങ്ങളെ മറമാടിയതും അവിടെയാണ്. ആ നാട്ടിൽ, ആ മഹല്ലിൽ, രാമന്തളി മഹല്ലിൽ അവിടെ വന്നുകൊണ്ട് ആ നാട്ടിൽ ആ മുസ്ലിങ്ങൾ ബഹുഭൂരിഭാഗവും സമസ്തയെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അന്ന് പുസ്തകം എഴുതി കൊടുത്ത് പ്രിന്റ് ചെയ്ത് എന്റെ നാട് പോലും ഭിന്നിപ്പിച്ചത് ഈ നാട്ടിലെ ആ വില്യാപ്പള്ളിയാണ്. അപ്പൊ നിങ്ങളെ മഹത്വം ഇങ്ങനെ പറയാനുണ്ടാവുക. പക്ഷേ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ മറുപക്ഷത്തായിരുന്നപ്പോൾ പോലും എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഉസ്താദിന്റെ ആ മസ്അലകൾ പറഞ്ഞുള്ള വഅലുകളുടെ ഒരുപാട് ആരൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ച കാസറ്റുകളും മറ്റും ഓഡിയോ, സാധാരണ ടാപ്പ് റെക്കോർഡുള്ള കാസറ്റുകൾ പോലും എന്റെ വീട്ടിൽ ഞാൻ പോലും ഇരുന്ന് കേട്ടതും വീട്ടുകാർക്ക് കേൾപ്പിച്ചതും മറുപക്ഷത്തായിരുന്നപ്പോൾ പോലും ആ ഉസ്താദിന്റേതായിരുന്നു, നിങ്ങളുടേതല്ലെന്ന് ഞാൻ ഓർക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഈ ഇതുപോലെയുള്ള ഉള്ള, ഇത്ര ഇൽമുള്ള, ഇത്ര ഫിഖ് അറിയുന്ന, ഇത്ര ഫിഖ് സുതാര്യമായി പറയാൻ കഴിയുന്ന, ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പറയാൻ കഴിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? സാധാരണ പറയാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആധുനിക നബവി ഇമാമുണ്ട് എന്നൊക്കെ പറയാം. ആരാ ആധുനിക നബവി ഇമാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഖുർആൻ അല്ലാത്തതെല്ലാം വഫാത്തിന് ശേഷം മുറിഞ്ഞു പോകുമെന്ന് പറയുന്ന പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ആധുനിക മുഫ്തി. മുഫ്തിനെ എന്ന് വേണം പറയാം. മുഫ്തി എന്ന് പറയാൻ പറ്റാത്ത വിധം സമുദായത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെയും സൂഫിവര്യന്മാരെയും വളരെ വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ച വ്യക്തിയെയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നബവി ഇമാമും ഷാഫി ഇമാമൊക്കെ. ആ നബവി ഇമാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുടെ ഒരു ഫത്വ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നത്, അതിന്റെ ഒറിജിനൽ കോപ്പിയാണ്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഞാൻ എന്തായാലും ഉസ്താദിനെ അത് എത്തിച്ചു കൊടുക്കും. എന്താ മൂപ്പരോട് ഒരു ഫത്വ ചോദിച്ചു. ചെമ്മാടുള്ള കാലത്ത് ഒരു കൗമ വന്നിട്ട് ഒരു മഹല്ല് ജമാഅത്തുള്ള സാധാരണക്കാർ വന്ന് ഫത്വ ചോദിച്ചു. എന്താ ഫത്വ ചോദിച്ചത്? കുറച്ച് പലിശയുടെ പണമുണ്ട്, അത് പള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ തന്നെ എന്ത് മസ്അലകൾ ഉണ്ടായാലും അവിടെ പറയേണ്ട മറുപടി എന്താണെന്ന് മഹാന്മാരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മുസ്ലിം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തെളിവുകളുണ്ട്. എന്നിട്ടും ബിഇയിൽ ഒരു ഇബാറത്തിന്റെ അവസാന ഭാഗം എടുത്ത് ഉദ്ധരിച്ചിട്ട് ഈ മനുഷ്യൻ എഴുതി വെച്ചു,
നാട്ടിലെ മസ്ലഹത്തിന് വേണ്ടി ഉപയോഗിക്കാം, മറ്റൊന്നുമില്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി പലിശയുടെ മുതൽ പറ്റുമെന്ന് എഴുതി കൊടുത്ത ഫത്വയുടെ പേജാണിത്. ഇതാ നിങ്ങളെ സൂക്ഷ്മത. ഇത്തരം ഫക്കീഹുമാർക്ക് വളരണമെങ്കിൽ നിർബന്ധമായും യഥാർത്ഥ ഇൽമുള്ള ആളുകളെ മാറ്റി നിർത്തണം. അവർക്കെതിരെ പ്രസംഗിക്കേണ്ടി വരും, അവർക്കെതിരെ വാദോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വില്യാപ്പള്ളിയിലുള്ള സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ അറിവിന്റെ അനന്ത ഗോപുരങ്ങൾക്ക് നേരെ കല്ലെറിയുന്നതിന് മുമ്പ് സ്വന്തം മുന്നിലിരിക്കുന്നവരെ ഒന്ന് അനലൈസ് ചെയ്യാൻ, അവലോകനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. എന്നിട്ട് അവർ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ അർഹരാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കല്ലെറിഞ്ഞോളൂ. അല്ലാതെ നിങ്ങൾ ഏറ്റവും സൂക്ഷ്മാലുക്കളായ കേരളം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞു വരണ്ട. പിന്നിവിടെ ഉസ്താദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു പള്ളിന്റെ പേര് മാറ്റിയ മസ്അലയൊക്കെ ആയിട്ട് ഇവിടെ വന്നു. അത് പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു മസ്അല ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവോ? പള്ളിക്ക് സുന്നി സെന്റർ എന്നോ, സുന്നി സെന്ററിന് ഇനി വേറെന്തെങ്കിലും സെന്റർ എന്നാണ് ഹെൽത്ത് സെന്റർ എന്ന് പേരിടുമെന്ന് അറിയില്ല. ഇപ്പൊ ഹെൽത്ത് സെന്ററിന്റെ പരിപാടിയുടെ തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എല്ലാ ആശയപ്രചരണങ്ങളും നിർത്തിയിട്ട് 6 മാസത്തേക്ക് ഹെൽത്ത് ക്ലബ്ബുകളും ഹെൽത്ത് സെന്ററും ഒക്കെ നടപ്പിലാക്കണം എന്നാണ്. ചിലപ്പോൾ ആ പേര് മാറിയിട്ട് ഇനി ഹെൽത്ത് സെന്റർ എന്നും പേര് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനെപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാറുണ്ട്, ഈ മനുഷ്യന്മാര് സൗജന്യമായി മരുന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കുടിക്കുവോ? സംശയം ഉണ്ടാവില്ലേ? നമുക്കത് വ്യാജ മരുന്നാണോ? ഉണ്ടാവില്ലേ? ഇവരിപ്പോ ഗുളികയും മരുന്നുമായിട്ട് ജനങ്ങളെ പറ്റിക്കാനിറങ്ങി. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ ചോദിക്കുകയാണ്, ഇന്നൊരു ഗുളിക കൊണ്ടു കൊടുത്താൽ പടച്ചോനെ ഇത് രോഗം മാറാനുള്ളതാണോ അല്ല ഉറങ്ങാനുള്ളതാണോ? പനിക്ക് ഗുളിക ചോദിച്ചാൽ ചിലപ്പോൾ ഇവർ ഉറക്കിന്റെ ഗുളിക തരൂല്ലേ? ദീനിന്റെ കാര്യത്തിൽ പോലും വ്യാജം കാണിക്കുന്നവരുണ്ടോ? മെഡിസിന്റെ കാര്യത്തിൽ വ്യാജം കാണിക്കാതിരിക്കുക മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കച്ചവടം തന്നെ മെഡിസിനാണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ പേര് മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? അവരുടെ ഒരു പള്ളിയുടെ പേരുണ്ടായിരുന്നു ആദ്യം ഷഅറേ മുബാറക് മസ്ജിദ്. ശിലാസ്ഥാപനം നടത്തിയപ്പോൾ അതിന്റെ പേര് മാറി മസ്ജിദുൽ ആസാർ എന്നായി. ഒരേ പള്ളിക്ക് 2 പേര്. ഇനി ഉണ്ടാക്കുമ്പോ ആ പള്ളിന്റെ പേര് മാറൂലേ? അതിനെന്തായിരിക്കും അന്ന് പേരുണ്ടാവുക? മസ്ജിദ് നോളജ് സിറ്റി എന്നായിരിക്കുമോ? അങ്ങനെ ആവാനാണ് സാധ്യത. ഉണ്ടായാൽ, ഉണ്ടാവും ഞാൻ പറയുന്നില്ല, ഉണ്ടായാൽ സങ്കല്പിക്കാലോ. എല്ലാം സങ്കല്പവും സ്വപ്നമാണ് അപ്പുറത്ത്. അപ്പൊ ഞാൻ അങ്ങനെ സങ്കല്പിച്ചാൽ എന്താ? ഞാൻ ഓർക്കും, ഞാൻ ഇന്നലെ പോലും എടുത്തു നോക്കി, ഒരേ ദിവസം ഇതിന് ശിലാസ്ഥാപനം ചെയ്തു എന്ന് പറഞ്ഞ ദിവസത്തെ ഗൾഫിലെ സിറാജിൽ ഹെഡിങ് മസ്ജിദുൽ ആസാറിന് തറക്കല്ലിട്ടു. നാട്ടിലെ സിറാജിലെ ഹെഡിങ് ഷഅറേ മുബാറക് മസ്ജിദിന് ശിലാസ്ഥാപനം ഇട്ടു. ഒരൊറ്റ ദിവസം ഒരേ എഡിറ്റർ നിയന്ത്രിച്ച പത്രം, ഒരേ സ്ഥലത്ത് നടന്ന തറക്കല്ല്, ഒരേ സംഘടനയുടെ പത്രത്തിൽ 2 എഡീഷനിലേക്ക് വരുമ്പോഴേക്ക് മുൻ പേജിൽ തന്നെ 2 പേരാ. പിന്നെ വില്യാപ്പള്ളിയിലെ പള്ളിക്ക് പേര് മാറ്റിയിൽ അത്ഭുതമുണ്ടോ? ഇനി നാളെ വേണമെങ്കിൽ ഇവരെന്നെ ഓരോരുത്തരും സ്വന്തം പേരൊക്കെ മാറ്റി. അതൊക്കെ പേരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പേരെന്തോ ചേക്കൂന്നോ അങ്ങനെന്തോ ആയിരുന്നു. അയാൾ ഷെയ്ഖ് മുഹമ്മദ് എന്നാക്കി. അതുപോലെ ഇവരിൽ പലരും പേരുകളൊക്കെ വളരെ പറയാൻ പറ്റാത്ത പേരുകളുണ്ടായിരുന്നു. അതൊക്കെ ഷെയ്ഖും ഒക്കെ കൂട്ടിയിട്ട്. കേരളത്തിൽ ജനിച്ചാലും ഷെയ്ഖ് അബൂബക്കറാണ്. പിന്നെ അത് ചേർത്തി വായിക്കുമ്പോൾ കുറെ രസമുള്ള സംഭവങ്ങൾ ഉണ്ടായി വരും. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഒരുപാട് കാലം പ്രവർത്തിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ചാരത്തു നിന്ന് ഞാൻ കണ്ടുപോയ ഒരുപാട് അബദ്ധങ്ങളാണ് എന്നെ മാറാൻ നിർബന്ധിച്ചത്. ഞാൻ ഒരു വിഷയത്തിലേക്ക് പോവാം. എന്തായിരുന്നു ആ കാരണങ്ങൾ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും ഒക്കെ ഞാൻ ഒരു പക്ഷത്ത് ആ മറുപക്ഷത്ത് നിന്ന കാലത്ത് ഞാൻ കണ്ടിരുന്നത്, ഇവർക്കാർക്കും നമ്മൾ ഉസ്താദുമാർ എന്ന് പറയുന്നവർ പഠിപ്പിച്ചതെന്ന് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ആളുകളല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അവരെന്താ പറയാറുള്ളത്? ലോകം തിരിയാത്തവർ, ഇൽമില്ലാത്തവർ എന്നാണ് അവരൊക്കെ പറഞ്ഞു വന്നിരുന്നത്. എന്നിട്ട് ഇൽമില്ലാത്തവർ, അഖീദയില്ലാത്തവർ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർ, ബിദ്അത്തുമായി കോംപ്രമൈസ് ഉണ്ടാക്കിയവർ എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ ചിലതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു വന്നു. അപ്പോഴും നമ്മൾ കരുതി സംഘടനാപരമായ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്ന് തോന്നുകയായിരുന്നു. അന്ന് വലുതായിരുന്നു സംഭവങ്ങൾ. ഒരു മാറ്റവും അത്തരം ഒരു പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് കരുതി നിൽക്കുന്ന സമയത്താണ്
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും പറഞ്ഞൊരു കച്ചവടത്തിന് ഈ മനുഷ്യൻ രംഗത്ത് വന്നത്. അപ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന ഒരു മുടിയാണ് ഇത്, തിരുപ്രവാചകരുടെ തിരുമുടിയാണെന്ന് പറഞ്ഞപ്പോ ശക്തമായി നമ്മളൊക്കെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് കരുതി കൂടെ നിന്നു. കൂടെ നിന്നെന്ന് മാത്രമല്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ബോംബെയിൽ പോവുകയും കാന്തപുരത്തിന്റെ ഷെയ്ഖും മുറബ്ബിയും എന്നാ പറയുന്നത്. ഷെയ്ഖിന്റെ മുറബ്ബീന്റെ ഒക്കെ കോല എനിക്കറിയാം. പടച്ചോനെ, യഥാർത്ഥ മുറബ്ബിയായ ഷെയ്ഖന്മാരെയും മറ്റ് തബറുക്കിന്റെ ഷെയ്ഖന്മാരെയും ഒക്കെ തള്ളിപ്പറഞ്ഞപ്പോ ഈ വിഭാഗമാണ് ഈ മനുഷ്യനെ മുറബ്ബിയായി സ്വീകരിച്ചത്. ഈ മുറബ്ബിയായ മനുഷ്യനെ കുറിച്ച് സാധാരണ ഇവിടെ പറയാറുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരും പ്രഭാഷകരൊക്കെ പറയാറുണ്ട്, ഈ ബോംബെയിലെ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്ന വ്യക്തിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആദ്യം ഒരു മുടി കൊടുത്തത്. ആ മുടി കൊടുത്ത 3 മുടി ഒന്നിച്ചു കൊടുത്തത് അയാളാണ്. അയാൾ വലിയ ആളാണ് എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ നേതാക്കൾ പലരും പറയാറുണ്ട്, അയാൾ തനിച്ച ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത, ഒരു ഇബാദത്തും ചെയ്യാത്ത, നന്മയുടെ കണങ്ങൾ പോലും ജീവിതത്തിൽ ഒന്നും കാണാത്തൊരു മനുഷ്യനാണെന്ന് പറയാറുണ്ട്. സാധാരണ ഒരു വക്തും നിസ്കരിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തെ അതിഥിയായി വീട്ടിൽ കൊണ്ടുവന്നുള്ളതാണ് ഞാൻ. കാന്തപുരത്തിന്റെ മുറബ്ബിയായതുകൊണ്ടും കാന്തപുരത്തിന് മുടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ടിപ്പോ ഇവിടുത്തെ വില്യാപ്പള്ളിയിലെ SSFകാരോടും വില്യാപ്പള്ളി VPM വില്യാപ്പള്ളി ഫൈസിയോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ പേര് പറയുന്നത് ആരെയും പരിഹസിക്കാനല്ല, ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്. മൈക്കിലൂടെ പേര് പറയുന്നത് കൊണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോട്ടീസിൽ പേരടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ പേരെന്താ മൈക്കിലൂടെ പറഞ്ഞൂടെ? ഞാൻ ചോദിക്കുകയാണ്, VPM വില്യാപ്പള്ളി ഫൈസിയോടും അദ്ദേഹത്തിന്റെ മക്കളോടും അദ്ദേഹത്തിന്റെ മക്കളെ പിന്താങ്ങുന്നവരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. സക്കാഫി എന്ന മോനടക്കമുള്ളവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനാണെന്ന് പറയാൻ എന്താണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന കാരണം? എന്താ നിങ്ങൾ പറയുന്ന കാരണം? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ബോംബെയിലെ ജാലിയവാല മുടി കൊടുത്തു എന്ന കാരണത്താൽ ആ മുടി യഥാർത്ഥ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുടിയാണ്. അക്കാരണം കൊണ്ട് ഹബീബിന്റെ മുടി സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ കാന്തപുരം മഹാനാണ്, ആ മഹാനെതിരെ മിണ്ടാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? എന്നാ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സൂക്ഷിക്കുന്നവരൊക്കെ മഹാനാവും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നാ പിന്നെ നാളെ മുതൽ മഹാനായ രാമന്തലി തന്നെ വിളിക്കൂ. നിങ്ങൾ വിളിക്കണം. അതേ ജാലിയവാലയിൽ നിന്ന്, അതേ ജാലിയവാല നിങ്ങൾക്ക് തരുന്നതിന്റെ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് 3 മുടി എനിക്കും തന്നിട്ടുണ്ട്. അത് സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ അത്യാവശ്യം മോശം, ഞാൻ ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ എ പി വിഭാഗത്തിന്റെ ആളുകൾ ഫേസ്ബുക്കിൽ ഒരു ദിവസം സയ്യിദ് രാമന്തളി നിട്ടു. അവരെന്നെ ഇടുക, എന്നിട്ട് അവരെന്നെ അത് വീണ്ടും പരസ്യം ചെയ്തിട്ട് വരെ കണ്ടില്ലേ SKSFകാർ ഈ സാധാരണക്കാരനെ സയ്യിദ് എന്ന് വിളിച്ചു. ഇതിന്റെ സോഴ്സൊക്കെ എനിക്കറിയാം എവിടുന്ന് അത് വന്നതെന്നുള്ളത്. എന്നിട്ട് അവര് തന്നെ ഒരു കാരണം ഉണ്ടാക്കുക, അവര് തന്നെ അതിനെ എതിർക്കുക. ജൂതന്മാരുടെ അതേ ശൈലി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹബീബിന്റേതല്ലാത്ത മുടി കൊണ്ടുവന്ന് നബിയുടേതാണെന്ന് പറഞ്ഞവരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്തൊരു പാത്രം കൊണ്ടുവന്ന്, പാത്രം എന്ന് പറഞ്ഞൂടാ, ചട്ടി, അത് കൊണ്ടുവന്ന് ഹബീബിന്റെ പേരിലേക്ക് ചേർത്തിയവരാണ്. പിന്നെ നിങ്ങളൊരു സാധാരണക്കാരനെ പിടിച്ച് സയ്യിദ് ആക്കൂ എന്നുള്ളത് ഉറപ്പല്ലേ? നിങ്ങളെ വർഗ സ്വഭാവം അത് കാണിച്ചു എന്ന് മാത്രം. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ഇതുണ്ട് എന്നതിന്റെ പേരിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനാവുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ നേതാവിന്റെ കയ്യിൽ ബോംബെയിൽ നിന്ന് കൊടുത്ത 3 മുടികളിൽ 2 മാത്രമേ ബാക്കിയുള്ളൂ, എന്നാൽ എന്റെ കയ്യിൽ 3 മുടിയുണ്ട്. നിങ്ങൾ വിളിക്കുവോ നാളെ മുതൽ എന്നെ ശൈഖുനാ? നിങ്ങൾ വരി, എന്തിനാ ക്യൂ നിന്ന് കഷ്ടപ്പെടുന്നത്? അത് അടുത്ത കൊല്ലം എന്റെ വീട്ടിലേക്ക് വന്നോളി, ഞാൻ ഓരോ ബക്കറ്റ് വെള്ളം തരാം, ഓരോ ബക്കറ്റ് വെള്ളം തരാം. ഇസ്മായിൽ സക്കാഫി ഞാൻ ഒരേ മഹല്ലിലുള്ളു, പ്രഭാഷണ ഉസ്താദ് നടത്തിക്കോളൂ, വിതരണം ഞാൻ. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ഞാനത് വാങ്ങിവെച്ച് തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താ? ഇങ്ങനെയുള്ള മഹാൻ അവർകളെ ചീത്ത പറയാൻ പറ്റുമോ? എന്നാ പിന്നെ ഞാനും ചോദിക്കുന്നു, ഇങ്ങനെയുള്ള മഹാൻ പറയുന്നത് നിങ്ങൾക്ക് കേട്ടൂടെ? അങ്ങനെയുള്ളൊരു മഹാനാ പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ അല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾ എന്താ ഇവിടെ ഉസൂല് പറഞ്ഞത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞാ പിന്നെ തള്ളാൻ പാടില്ല എന്നാണ്. ഞാനിതാ അതേ ജാലിയവാല ചേർത്തി പറഞ്ഞത് എന്റെ അടുത്ത് സൂക്ഷിക്കുന്നത് തള്ളാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. ഉസൂലുകൊണ്ട് കുടുങ്ങിയില്ല നിങ്ങളിപ്പോ?
നിങ്ങൾ ഉണ്ടാക്കിയ ഉസൂലുകൊണ്ട് നിങ്ങൾ കുടുങ്ങിയില്ല. ഇപ്പോ ആരെങ്കിലും പറഞ്ഞാലല്ല പറഞ്ഞത്, നേരത്തെ ഉസ്താദോട് വിശദീകരിച്ചല്ലോ. ഈ ജാലിയവാലക്കപ്പുറത്തേക്ക് ഒരാൾ അത് യഥാർത്ഥ ഹബീബിന്റെ യഥാർത്ഥ മുടിയാണെന്ന് പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരാൻ കേരളത്തിൽ ഒരാൾക്കും സാധിക്കൂല, ബോംബെയിലും സാധിക്കൂല. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഹബീബിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ കച്ചവടത്തിന്റെ ഒരംശം പോലും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാളും ഒരു ഇസ്ലാമിക വിരോധി പോലും ചെയ്തിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ പേരിൽ കള്ളപ്രവാചകന്മാർ ലോകത്തുണ്ടായപ്പോ അതിനെതിരെ ലോക പണ്ഡിതന്മാർ അണിനിരന്നിട്ടുണ്ട്. ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരന്റെ സഹായത്തോടെ വന്ന ഖാദിയാനിലെ കള്ളപ്രവാചകൻ വന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ റാബിത്തയുണ്ടായിട്ടും ലോകത്തെ മുസ്ലിം സംഘടനകൾ പലതുമുണ്ടായിട്ടും അവരാരും പറയാൻ പേടിച്ചു മടിച്ചു നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി ഷംസുൽ ഉലമ എന്ന മഹാനായ വലിയാണ് പ്രഖ്യാപിച്ചത്. ഖാദിയാനിൽ നിന്ന് വന്നത് കള്ളനാണ്, ഇത് കള്ളപ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചത് സമസ്തയാണ്. ആ ശംസുൽ ഉലമയുടെ അനന്തരാവകാശമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു, ഹബീബിന്റെ പേരിൽ കള്ളക്കച്ചവടം നടത്തുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്നതും കളവാണെന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്ന് സമസ്ത പറഞ്ഞത് സമസ്തയുടെ ധാർമ്മികമായ ബാധ്യതയായിരുന്നു. അതൊരു സംഘടനാപരമായ പ്രശ്നമായിരുന്നില്ല. സംഘടനാപരമായ പ്രശ്നമായിരുന്നെങ്കിൽ ഞാനൊന്നും ഈ സംഘടനയിലേക്ക് കടന്നു വരുമായിരുന്നില്ല. SKSSF എന്ന സംഘടനയല്ല ഞാൻ നോക്കിയത് വരാൻ വേണ്ടി. കൃത്യമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടന്ന കച്ചവടത്തിന്റെ ഉള്ളറകൾ ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ വന്നത് SKSSF നടത്തുന്ന ഈ സമരം ഒരിക്കലും സംഘടനാപരമല്ല, നമ്മുടെ ജീവൽ പ്രധാനമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. SKSSF എങ്ങാനും ഈ സമരമുഖത്ത് നിന്ന് ഒഴിവായി മാറി നിന്ന് ഈ സമരമുഖത്ത് നിന്ന് മാറി നിന്നിട്ട് ഞങ്ങൾ ഈ സമരം നിർത്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട വിശ്വാസികൾ തെറ്റിദ്ധരിച്ച് കാന്തപുരത്തോടൊപ്പം നിന്നവർ ഈ സമൂഹത്തിൽ ഇന്നും കാന്തപുരത്തോടൊപ്പം നിൽക്കുമായിരുന്നു. SKSSFന്റെ സമരമാണ് ഞങ്ങളെ ലക്ഷ്യത്തിലെത്തിച്ചത്, ഞങ്ങളെ സത്യത്തിലേക്ക് എത്തിച്ചത്, സമസ്തയുടെ പാതയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരോട് എന്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. നിങ്ങളിൽ ഒരുപക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന സദസ്സിനൊരു ചോദ്യമുണ്ടാവും, രണ്ട് ഭാഗത്തും പണ്ഡിതന്മാരില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പാണ്ഡിത്യം മാത്രമല്ല അവസാനം അളക്കാനുള്ള അടയാളം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ചേകനൂർ മൗലവി. JCB എന്ന പേരിൽ അറിയപ്പെടുന്ന ജനാബ് ചേകനൂർ മൗലവി. ഈ ചേകനൂർ മൗലവിയാണ് കേരളത്തിൽ ഏറ്റവും ബുദ്ധിമാനായ പണ്ഡിതനായിരുന്നു. ബാക്കവിയാണത് കാന്തപുരം ബിരുദെടുത്തുന്ന മൂപ്പരെടുത്തത്. ആ ബാക്കവിയായ ആ പണ്ഡിതനെ നമ്മൾ അംഗീകരിക്കണ്ടേ? പാണ്ഡിത്യം മാത്രമല്ല നമുക്ക് അളവുകോലെന്ന് മനസ്സിലാക്കണം. ഇനി വസ്ത്രധാരണയാണോ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കിതാബുകളിലൊക്കെ വായിക്കാൻ പറ്റുന്ന ഉസ്താദുമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാന കാലമാകുമ്പോൾ ദജ്ജാലിനോട് ചേരുന്ന വിഭാഗത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പച്ച ഒല്ലിയടക്കമിട്ട നല്ല വസ്ത്രം ധരിച്ച പണ്ഡിതന്മാരുടേതെന്ന് തോന്നിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ച് പോലും അവിടെ സൂചനയുണ്ട്. അപ്പൊ വസ്ത്രധാരണയല്ല ലക്ഷണം. വസ്ത്രം ധരിച്ചിട്ട് എന്താ കാര്യം? എന്ത് വസ്ത്ര ധരിച്ചത്? കോടതിയിലേക്ക് ഈ അടുത്ത് നൂറ് കയറിപ്പോകുന്നുണ്ട്. നമ്മളെ കുറ്റിപ്പുറം ഇല്ലേ, എന്റെ ഉസ്താദ് ചോദിച്ചില്ലേ, അത് എവിടെയാ കുറ്റിപ്പുറം? രാജസ്ഥാനിലാ കുറ്റിപ്പുറം. മൂപ്പര് സ്ഥിരമായിട്ട് വണ്ടി ഇങ്ങനെ പോകുന്ന ആ സ്ഥലം. എന്നിട്ട് മൂപ്പര് ചോദിക്കുകയാണ്, കുറ്റിപ്പുറം എവിടെയാ, നൂറ് എവിടെയാ? 100 എന്നല്ല 100 കോടി എന്നുള്ള മൂപ്പർക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് പറഞ്ഞ ഈ മനുഷ്യൻ ഈ 100ഉം നല്ല തലക്കെട്ടും കെട്ടിയിട്ടാ കോടതിയിലേക്ക് കയറി പോകുന്നത്. ഈ അടുത്ത് തിരൂര് ഹോസ്പിറ്റലിൽ വന്നു പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഷുഗർ എത്ര കോടിയുണ്ട് നോക്കാൻ വേണ്ടി. ആ സമയത്ത് നമ്മളെ പ്രവർത്തകർ അവിടുത്തെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ മൂപ്പരായിട്ട് മാറിയെന്നു. എങ്ങനെ കോടതിയിൽ വരുന്നത്? അതും തലപ്പാ പണിഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുക, ഉസ്താദല്ലേ അത്, പിന്നെ നമ്മൾ എതിർക്കണമെന്ന് ചോദിക്കുകയാണോ? അല്ല. അപ്പൊ രണ്ട് ഭാഗത്തും പണ്ഡിതന്മാരല്ലേ എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു ഭാഗത്ത് പണ്ഡിതന്മാർ തന്നെയാണ്. പാണ്ഡിത്യം എന്നത് അങ്ങനെ എത്ര പണ്ഡിതന്മാരുണ്ടാവും? നമ്മളെ മരിച്ചുപോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ട്, നരസിംഹറാവു, 9 ഭാഷ അറിയുന്ന വലിയ പണ്ഡിതനല്ലേ ഒരു. അതുകൊണ്ട് അയാളെ നമ്മൾ ഖത്തീബാക്കുമോ? കൊണ്ടുവന്നിട്ട് നമ്മളെ കാദിയാക്കുവോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നത് പോലെ അറബി സംസാരിക്കാൻ കഴിവുള്ളവർ ഫലസ്തീനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും വേറെ ആരാ ഉള്ളത്? അവരുടെ അറബി
ഭാഷാ പാണ്ഡിത്യം, അവരുടെ എന്തിന് നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ, അറബി കിതാബുകൾ, നമുക്ക് അർത്ഥമറിയാൻ പോലും ഉണ്ടാക്കിയ ഡിക്ഷണറികൾ പോലും ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളായ ഓറിയന്റലിസ്റ്റുകളായ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അവരെ നമ്മൾ പിടിച്ചിട്ട് കത്തീവാക്കുകയാണോ? അല്ല. അപ്പൊ ഈ അപ്പുറത്തും ഇപ്പുറത്തും എന്നത് മാറ്റി നിർത്തിയിട്ട് മഹാന്മാരായ കേരള മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പാരമ്പര്യമുണ്ട് കേരള മുസ്ലിങ്ങൾക്ക്. നമ്മളിങ്ങനെ എവിടെ, എന്ത്, ആര് എന്നൊന്നും ചോദിക്കാൻ എവിടെയും പോകേണ്ടതില്ല. നമുക്കറിയാം കേരള മുസ്ലിങ്ങൾക്ക് ആത്മീയമായി ആധികാരികമായി നേതൃത്വം നൽകിയത് ബാഫക്കിത്തങ്ങളും പാണക്കാട്ടെ തങ്ങന്മാരുമാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ആർക്കും സംശയമില്ല. പിന്നെ ആരാ നമുക്ക് രാഷ്ട്രീയപരമായി നേതൃത്വം നൽകിയതാരാ? മുസ്ലിങ്ങളുടെ മുഖ്യധാര മുസ്ലിം ലീഗായിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയല്ല, മുസ്ലിം ലീഗാണ് മുസ്ലിങ്ങളുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ഈ രണ്ട് മഹത്തുക്കൾ തന്നെയായിരുന്നു. അവരുടെ കുടുംബവുമാണ്. അവരുടെ കുടുംബവും അവരുമാണ് നേതൃത്വം നൽകിയത്. അവർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളെ അംഗീകരിക്കുകയല്ലാതെ മറ്റുള്ളവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കില്ല. പലരും പറയും നമുക്ക് അയാൾ പണ്ഡിതനാണ്, ഇയാൾ പണ്ഡിതനാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവരുടെ വഴി പിഴച്ചു എന്ന് പറഞ്ഞു പോയവരാണവർ. പാണക്കാട്ടെ തങ്ങന്മാരും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുമൊക്കെ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിനെതിരെ കേരളത്തിൽ ശക്തമായി ശബ്ദിച്ചവരാണ് ഈ വിഭാഗം. VPM ഇല്യാപ്പള്ളിയുടെ വിഭാഗം. മൂപ്പര് തന്നെ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഔദ്യോഗികമായി കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു പത്രമുണ്ട്. നോട്ടീസ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഞങ്ങളും പണ്ടേ അങ്ങനെ തന്നെയാ പറയാറുള്ളത്. കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡിലെ നോട്ടീസായി ഇപ്പം മാറിയിട്ടുണ്ട്. സിറാജ് ദിനപത്രം. ആ സിറാജ് എന്റെ കയ്യിൽ കിടക്കുന്നത്. ഈ സിറാജ് ദിനപത്രത്തിൽ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മളെ തങ്ങന്മാരെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അവര് നമ്മളോടൊപ്പം വന്നിട്ട് നമ്മളെ രാഷ്ട്രീയത്തിലും മറ്റൊക്കെ നമ്മളോട് കൂടാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ കേട്ടോളൂ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഉസ്താദിന്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ സമുദായത്തെ നശിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ, ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവൽ പ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തന്ത്രം ഉണ്ടായിരുന്നു. എന്താണ്? സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കുക, ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ലീഗിനെതിരെയുള്ള ഒരു സമസ്ത ഉണ്ടാക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ലീഗിനെതിരെ സമസ്ത ഉണ്ടാക്കിയെടുത്തു. ലീഗിനെതിരെ സമസ്ത ഉണ്ടാക്കിയിട്ട് മൂപ്പരും പറഞ്ഞു, ഞാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളാണ്. പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഉസ്താദുമാർ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയും, മൂപ്പര് പറയുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയും. മൂപ്പർക്ക് എന്നെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ സമസ്ത എന്നുള്ള പേരുപയോഗിച്ചു എന്നുള്ളതാണ്. അത് മൂപ്പർക്ക് എന്നല്ല ആർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതേ പേര് പറ്റൂല എന്ന് മാത്രം. രജിസ്ട്രേഷനിൽ പോയി നോക്കിയാൽ അതിൽ കാണാം ഓൾ ഇന്ത്യ ജമിയത്തുൽ ഉലമ ഒന്നുണ്ടാവും, രണ്ടാമതുണ്ടാവും സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ. നമ്മളെ പേരിലല്ല. അതപ്പോ അല്ല നിങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളൂടെ ഉണ്ടായതാണല്ലോ, മിനിയാന്ന് വന്നിട്ടില്ലുള്ളൂ, ഞാൻ ഇങ്ങോട്ടേക്ക് 3 മാസമല്ലായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. ഇപ്പൊ മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പം മാറ്റുകയാണെങ്കിൽ നിങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ടാവും മൊത്തം. ഇപ്പൊ വഫാത്തായതാരാ? തങ്ങള്. നിങ്ങൾ ആദ്യത്തെ പ്രസിഡന്റ് അല്ലേ? ചിലപ്പോൾ അത് അവസാനത്തെ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രസിഡന്റ് ഐക്യാണ് ആഹ്വാനം ചെയ്യുന്നത്. ഐക്യാണ് പുതിയ പ്രസിഡന്റ് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം നിങ്ങൾക്കില്ലാത്തൊരു പുതിയ രോഗം ഇപ്പം വന്നത് എന്തുകൊണ്ടാ? പ്രസിഡന്റിന് തോന്നുന്നുണ്ട് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഈ സമൂഹത്തെ ഒറ്റക്ക് വിട്ടുകൊടുത്താൽ ഈ സമുദായത്തെ ഇനിയും ഭിന്നിപ്പിക്കും, ഇനിയും ഛിന്ന ഭിന്നമാക്കുമെന്ന് നിങ്ങളുടെ പുതിയ പ്രസിഡന്റിന് തോന്നിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് കാന്തപുരത്തെ പുറത്താക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. മൂപ്പര് ഐക്യാണ് പറഞ്ഞത്. ഐക്യം പറഞ്ഞാൽ ഒന്നാമത്തെ ഐക്യം വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത് അത് ഇവിടെ പോയി തറക്കുന്നത് അനൈക്യമുണ്ടാക്കിയ കാന്തപുരത്തെ പുറത്താക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത് അതിനുവേണ്ടി ഗൾഫിലേക്കും നാട്ടിലേക്കും പുസ്തകങ്ങളൊക്കെ കയറ്റിയിറക്കിയ VPM വില്യാപ്പള്ളിനെയും പുറത്താക്കണം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലാന്ന് പറയൂ വില്യാപ്പള്ളി ഫൈസി ഉസ്താദെ, നിങ്ങളീ പുറത്താക്കണം എന്നാണ് നിങ്ങളെ പ്രസിഡന്റ് പറയുന്നത്. നിങ്ങളാണ് പലപ്പോഴും ഈ പ്രസ്ഥാനം ഭിന്നിച്ചു തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന 4-5 പേർ ആ സംഘടനയിലുണ്ട്. അതിലൊന്ന് നിങ്ങളാണെന്ന് തെളിവുകൾ നിരത്തി പറയാൻ എനിക്ക് സാധിക്കും. ഞങ്ങളാരും എവിടെ നിന്നും ഒലിച്ചു വന്നതൊന്നുമല്ല. നിങ്ങളെ മർക്കസും കാരന്തൂരും നിങ്ങളെ സംഘടനയും കണ്ട് മടുത്തു പോന്നവരാണ്. 26 കൊല്ലം 25 കൊല്ലമായി ആ സംഘടന ഉണ്ടായിട്ട്. അതിന്റെ ഒരു കൊല്ലം മുമ്പ് മുതൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് പണി. 26 കൊല്ലം SSLC പ്രായം കഴിഞ്ഞത് മുതൽ നിങ്ങളോടൊപ്പം ഉണ്ടായ ആളാണ് ഞാൻ. അവിടുന്ന് രാജിവെച്ച് പോന്നിട്ടുണ്ട്. ഞാൻ പോന്നപ്പോ എനിക്ക് കുറച്ച് ശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്, തിരുശേഷിപ്പല്ല.
അതൊക്കെ കൂടി ഞാൻ വിന്യസിക്കേണ്ട സ്ഥലത്ത് അത്യാവശ്യം ഒന്ന് വേണ്ടതുപോലെ ഓരോ സ്ഥലത്തും വിന്യസിച്ചാൽ അത് കൃത്യമായി കൊള്ളും. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഇന്ത്യയിൽ ഒളിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാവില്ല. അതിന് മാത്രമുണ്ട്. പക്ഷേ ഈ സദസ്സിന്റെ മാന്യതയെ ഞാൻ വിലകൽപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പണ്ടുണ്ടായ നിങ്ങൾ അതേ സംസ്കാരമാണ് കാണിക്കുന്നതെങ്കിൽ ഇതൊന്നുമല്ല കാണിക്കേണ്ടത്. ഇത് വേറൊരു സംസ്കാരമുള്ള പാർട്ടിയാണ്, ഒരു വിഭാഗമാണ്. ഇതിന് നേതൃത്വം നൽകിയത് മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദും വരക്കൽ തങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള മഹാന്മാരായ സയ്യിദുമാരും പണ്ഡിതന്മാരുമാണ്. ഏതെങ്കിലും വക്കീലുമാരുണ്ടാക്കിയ സംഘടനയല്ല ഇത്. അതാ ഞാൻ പറഞ്ഞത്, സമസ്ത എന്ന പേര് പറഞ്ഞുണ്ടാക്കാൻ പോകുമ്പോ അത് ആർക്കുണ്ടാക്കാം? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 7 ആളുണ്ടായാലും ഒരു സംഘടന ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്താ 7 ആളെ കുറവുള്ളത്? മക്കളൊക്കെ കൂട്ടിയാൽ 7 ആളാവൂലേ? അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടനയ്ക്ക് സമസ്ത എന്ന് പേരിട്ടാൽ അതിനെ കേരള മുസ്ലിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. കാരണം എന്താ? ഇവിടെ സമസ്ത കേരള പുലയ മഹാസഭയിൽ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ അതുപോലെ ഒരു സംഘടന, ഇനി അതുപോലെ ഞങ്ങൾ പുലയന്മാരാക്കിയെന്ന് പറയണ്ട നിങ്ങൾ നാളെ. അതുപോലെ ഒരു സംഘടന എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കാൻ അവസരം ഏതായാലും ഞാൻ തരൂല. ഞാനത് നിങ്ങൾക്ക് ഉണ്ടാക്കി പഠിപ്പിച്ച നാളാണല്ലോ. അതിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിലെ ശിഷ്യന്മാരേ ഉള്ളൂ, ഞാൻ ഹെഡ് മാസ്റ്ററായിരിക്കും. അപ്പൊ ഈ നിലയിൽ ഈ വിഭാഗത്തിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളെ ഞാൻ പറയുന്നത്. കേരള മുസ്ലിങ്ങളുടെ ഈ ഐക്യത്തെയും ഈ ശക്തിയെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്, കാന്തപുരമുണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 25 കൊല്ലം മുമ്പ് വില്യാപ്പള്ളിയിലെ ഈ മഹലിൽ നിങ്ങളെല്ലാം ഒന്നായിരുന്നില്ലേ? ആരാ നിങ്ങളെ വെട്ടിപ്പിളർത്തിയതാരാ? വില്യാപ്പള്ളിയിലെ ജനങ്ങളെ വെട്ടിപ്പിളർത്തിയതിന്റെ പിന്നിലെ കാരണക്കാരനാരാ? കാന്തപുരം നൽകിയ തെട്ടൂരമനുസരിച്ച് ഈ നാട്ടിൽ VPM YC അല്ലാതെ മറ്റാരാ ഇതിനെ പിളർത്തിയത്? ഈ നാട്ടിലെ ജനങ്ങളെ പറയണം. ഏകോദര സഹോദരന്മാരെ പോലെ പാരസ്പര്യത്തിന്റെ അങ്ങേയറ്റം കണ്ട് ഏറ്റവും വലിയ സഹോദരന്മാരായി കഴിഞ്ഞ ഈ മുസ്ലിം ഉമ്മത്തിനെ വില്യാപ്പള്ളിയിൽ ഭിന്നിപ്പിച്ചത് കാന്തപുരത്തിന്റെ സംഘടനയുണ്ടായതിന്റെ പേരിൽ മാത്രം. കാന്തപുരത്തിന്റെ സംഘടനയുണ്ടായില്ല എങ്കിൽ കേരള മുസ്ലിങ്ങൾ ഭിന്നിക്കില്ലായിരുന്നു. വില്യാപ്പള്ളിയിലെ മുസ്ലിങ്ങൾക്കും ആ ഭിന്നിപ്പ് യേശുമായിരുന്നില്ല. ഇന്ന് നമ്മൾ ഇൽമിയായ ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം ഇത്തരമൊരു ചർച്ചയ്ക്ക് പോലും കാരണമായി നമ്മുടെ സമയം ഇതിന്റെ പിന്നാലെ കൊണ്ടുപോയതിന്റെ പിന്നിൽ പോലും കാന്തപുരത്തിന്റെ അജണ്ടയുണ്ട് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറയാണ്, ആദ്യം അദ്ദേഹം ഉദ്ദേശിച്ചെന്താ? ലീഗ് വിരുദ്ധമായ ഒരു സംസ്ഥയുണ്ടാക്കലാണ്. അതുണ്ടാക്കി. അന്ന് ലീഗ് വിരുദ്ധ സംസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ലീഗിലുള്ള പ്രവർത്തകരെ പലരെയും സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ടാ വലിച്ചു കൊണ്ടുപോയത്. ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിനോട് കൂറില്ല, ബിദ്അത്തുകാരോട് ശംസുൽ ഉലമ സ്നേഹം കാണിക്കുന്നു എന്നാ പറഞ്ഞത്. അതുപോലെ പാണക്കാട്ടെ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾക്ക്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ, ആ മഹാനവറുകൾക്ക് ബിദ്അത്തുകാരോട് ബാന്ധവമുണ്ട്. അവിടുത്തെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ ഈമാനിൽ പിഴച്ചു എന്നല്ലേ? ബിദ്അത്തുകാരോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബന്ധമുണ്ടെന്ന് പ്രസംഗിച്ചിട്ട് കേരള മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് യുവാക്കളായ വിശ്വാസികളെ തട്ടിയെടുത്ത് സമുദായത്തെ ഭിന്നിപ്പിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 25 കൊല്ലം മുമ്പ് ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ ഏറ്റവും അനിവാര്യവും ഏറ്റവും അടിസ്ഥാനവും കേരള മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ നിദാനവുമായ മുസ്ലിം ലീഗിനെതിരെ ഒരു സമസ്തയുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അത് കാന്തപുരം നേടി. അന്നെന്താ വിളിച്ചു പറഞ്ഞത്? അന്ന് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞ വാക്കുകൾ ഇന്നും മറക്കാൻ നമുക്ക് കഴിയില്ല. പാണക്കാട്ടെ പ്രിയപ്പെട്ട തങ്ങന്മാരെ കുറിച്ച് എന്തിനാണ് പാണക്കാട്ടെ തങ്ങളുടെ കുടുംബത്തിന്റെ കൊടപ്പനക്കല തങ്ങളെ എന്ന് വിളിച്ച് പ്രസംഗിച്ച് പരിഹസിച്ച ഇന്നലകൾ നമ്മൾ മറന്നിട്ടില്ല. എന്നിട്ടത് ആ സമസ്ത ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ആളെയും കിട്ടി. പക്ഷേ കിട്ടിയ ആളുകളൊന്നും അത്യാവശ്യത്തിന് വേണ്ടത്ര കിട്ടിയില്ല എന്ന് തോന്നിയപ്പോ സമുദായത്തെ പിളർത്താനുള്ള തന്റെ ജീവൽ പ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടി പുതിയ തന്ത്രം മൂപ്പര് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് പറയാൻ ഞങ്ങളാണ് അർഹർ. അത് പറയാൻ ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെയോ സമസ്തയുടെയോ SKSSFന്റെയോ SVSന്റെയോ SMFന്റെയോ ഹുദവികൾക്കോ ദാരിമിമാർക്കോ ഫൈസിമാർക്കോ ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത കഥ അത് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കത് സാധിക്കും. ഞങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പഠിച്ച് അദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അടുത്തറിഞ്ഞവരും അളന്ന് മുറിച്ച് പഠിച്ചവരാണ് ഞങ്ങളൊക്കെ. ഇവിടെ ഇപ്പൊ നേരത്തെ പ്രസംഗിച്ചു പോയ ഇസ്മായിൽ സഖാഫി, AP അബൂബക്കർ മുസ്ലിയാരോടൊപ്പം നിന്ന ആളുകൾ കൃത്യമായി നമുക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള കാലാണത്.
അന്നും ഞാൻ കാന്തപുരത്തോടൊപ്പമുണ്ട്. ഇസ്മായിൽ സക്കാഫി അവിടെ ഉള്ളപ്പോഴും പോരുമ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഹസൻ സക്കാഫി എന്ന സെക്രട്ടറി ഈ മനുഷ്യൻ എന്റെ കൂടെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അവിടുന്ന് പോരുമ്പോഴും ഞാൻ അവിടെയുണ്ട്. അവസാനം എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ പോന്നപ്പോഴും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അപ്പോഴുള്ള ഒരാളായിരുന്നു കുഞ്ഞുട്ടി തങ്ങള്. മൂപ്പര് ഇപ്പൊ വിട്ടു, ഇങ്ങോട്ടേക്ക് പോന്നിട്ടില്ല. മൂപ്പരോട് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ് ഞാൻ സ്വതന്ത്രനായി നിൽക്കുന്നതാണ്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ അവിടുന്ന് വിട്ടിട്ട് 3 മാസം സ്വതന്ത്രനായിരുന്നു. ഞാനും അന്ന് SKSSFന്റെ നേതാക്കൾ വിളിച്ച് എന്നോട് പറഞ്ഞു, രാമന്തളി, നിങ്ങൾ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒന്നാണ്. നിങ്ങൾ പറയുന്ന ലക്ഷ്യവും ഞങ്ങൾ പറയുന്ന ലക്ഷ്യവും ഒന്നാണ്. ജിഷാൻ മാഹിയുടെ CD നിങ്ങളല്ലേ ഞങ്ങൾക്ക് തന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഞാനാണ് തന്നത്, ജിഷാനല്ല, ഞാൻ തന്നെ കൊടുത്തത്. ജിഷാനൊരു സംശയം ഉണ്ടായിരുന്നു, ജിഷാനാണ് കൊടുത്തത് എന്നൊരു ചർച്ച നടന്നപ്പോൾ ജിഷാന് സത്യം വെളിവാണെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഓൺലൈനിലൂടെ ഇപ്പൊ ജിഷാനും കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ CD SKSSFന്റെ കേന്ദ്രങ്ങളിൽ കൊണ്ടുകൊടുത്തത് ഞാനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് മാത്രമല്ല, അത് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ആവേശമാറിയേ അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാൻ തന്നെ കൊണ്ടുകൊടുത്തു, ഞാൻ തന്നെ വീഡിയോ എടുത്തത്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തത്, ഞാൻ തന്നെയാണ് അത് കൊണ്ടുപോയി സത്താർ സാഹിബ് പന്തല്ലൂരിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് കേരള സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചോളൂ, എന്റെ സമ്മാനാണെന്ന് പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, അതിന്റെ ഫലം കണ്ടു കേരളത്തിൽ. ജിഷാൻ പറഞ്ഞത് കേട്ടിട്ട് വന്ന 100 കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. 100 അല്ല, 1000 ആളുകളുണ്ട് സത്യം ബോധ്യപ്പെട്ടവർ. അതിനു മുമ്പ് SKSSF വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ അകത്തു നിന്ന് വന്ന് പറയുമ്പോഴുണ്ടാവുന്ന തുമാനീനത്തും അതുപോലെ ആ വിഭാഗത്തിലുള്ള ആളുകളിൽ ഉണ്ടാവുന്ന ചിന്തയും ചർച്ചയും ഈമാനുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോരാനുള്ള അവസരം ഉണ്ടാക്കിയത് ആ CD ആണ് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ ഇബാദത്ത് കാരണം അല്ലാഹു നമ്മുടെ ഇരുലോക ജീവിതം വിജയിപ്പിക്കുമാറാവട്ടെ. അതൊരു തമാശക്കുള്ള പണിയല്ല. രാത്രി സമയത്ത് 12 മണി മുതൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ വൈകുവോളം റെക്കോർഡ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു അത് സമൂഹത്തിന് നൽകിയ സന്ദേശം അത് കേരളത്തിൽ ഒരു പുതിയ തിരിച്ചറിവുണ്ടാവാൻ കാരണമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുടി വിഷയത്തിൽ നിന്ന് ഇങ്ങനെ എല്ലാം തീർന്നു, ഞങ്ങൾ രക്ഷപ്പെട്ട് ഈ റമദാനിന് ശേഷം ഞങ്ങളിങ്ങനെ ആരോഗ്യരംഗമായിട്ട് ഇങ്ങനെ പോവാന്നുള്ള പരിപാടിയിലായിരുന്നു. ബൂസ്റ്റൊക്കെ കഴിച്ച് അതിനുശേഷം കുറച്ച് ഗുളികയൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോഴാണ് ജിഷാന്റെ CD അങ്ങനെ വന്ന് തലക്ക് വീഴുന്നത്. അതോടെ തളർന്നു. ഉണ്ടാക്കിയ പദ്ധതികൾ പൊളിഞ്ഞു. മറുപടി പറയൂല എന്ന് പറഞ്ഞവർ മറുപടി പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ടായി. അവസാനം ഓരോരുത്തർ ഇങ്ങനെ പോരുകയാണ്. ഇനി എത്ര എണ്ണം വരാനുണ്ട്, ഇനി എത്ര വരാനുണ്ട്? ഗൾഫിലൊക്കെ സക്കാഫിമാർ റെഡിയായി നിൽക്കല്ലേ. ഇതാ വരുന്ന ദിവസം 4-ാം തീയതി നമ്മൾ നടത്തിയ സമ്മേളനത്തിന് മറുപടി നടത്തുകയാണത്രേ കാസർഗോഡ്. 60-ാം വാർഷികത്തിന് മറുപടി. 60-ാം വാർഷികത്തിന് മറുപടി ഇവർ കൊണ്ടുപോയിട്ട് ജില്ലാ കമ്മിറ്റി നടത്തിയ മറുപടിയാവോ? വളരെ രസമാണ്. 60-ാം വാർഷികത്തിന്റെ ആദ്യത്തെ ദിവസം നമ്മളെ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. നിങ്ങളൊരു പക്ഷേ SYSന്റെ SKSFന്റെ സമ്മേളനം കേട്ടിട്ടുണ്ടാവുള്ളൂ. അതന്നെയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഞാൻ രണ്ടു കണ്ടല്ലോ. എന്റെ ആദ്യത്തെ സമ്മേളനമാണ് ഇതെങ്കിലും അപ്പുറത്ത് എത്ര സമ്മേളനങ്ങൾ ഞാൻ കണ്ടു. കേരള യാത്രയുടെ ഗ്രൗണ്ട് നിറക്കാൻ എന്താ പ്രശ്നമുള്ളത്? ഒരാൾ മുന്നിലേക്ക് ഒരു ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇരുന്നാൽ കറക്റ്റ് ആയില്ലേ? ഗ്രൗണ്ട് നിറ എത്ര പെട്ടെന്ന് അറിയും? അങ്ങനെ ഗ്രൗണ്ട് ഇറക്കാൻ പണിയുണ്ടോ? എന്നിട്ട് അത് പറയിക്കാൻ വേണ്ടി ഒരു ആര്യാടനെയും കൊണ്ടുവന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? മൂപ്പര് പറഞ്ഞവരൊക്കെ കഥ പോക്കാം. ഇതൊരു കമ്പനിയാണ്. ഇവർ പരസ്പരം ആരെക്കുറിച്ച് പറഞ്ഞു അവരൊക്കെ കഷ്ടകാലായിരിക്കും. ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ സാധു മനുഷ്യൻ ഞാൻ കാന്തപുരത്തോട് ഉപദേശം തേടാറുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ പോയി അയാളെ കാറ്റി. പിന്നെ ആര്യാടം വന്ന് പറഞ്ഞു ഉസ്താദിന് പകരം ഉസ്താദ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉറപ്പില്ല, ഉസ്താദിന് പകരം ഉസ്താദിനല്ലേ ടീച്ചർ ഉണ്ടാവോ? അങ്ങനെ പറഞ്ഞ ആള് പറഞ്ഞു പോയപ്പോ മൂപ്പർക്ക് ഉണ്ടായിരുന്ന വകുപ്പൊക്കെ പോയി. ഇപ്പൊ ബസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല വേറെന്തോ ബസ്സേ ഉള്ളൂ, ഷോക്കടിച്ചു പോയി. ബസ് മാത്രമേ ഉള്ളൂ. മൂപ്പരെ തൊടാൻ വന്നവർക്കൊക്കെ കിട്ടി പണി. എവിടുന്ന് തൊട്ടാലും പ്രശ്നമാണ്. എവിടുന്ന് തൊട്ടാലും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. തൊട്ടവർ ഓരോരുത്തർ പോകുന്ന പോക്ക് പോയത്. നമ്മൾ ഹംസാക്ക പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ ചിലപ്പോൾ മൂപ്പരെ പിന്തുണക്കുന്നുണ്ടാവും, കേട്ടോളി. ഹംസാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മൂപ്പരെ വിളിച്ചു. എന്നിട്ട് കാന്തപുരം പറഞ്ഞു, മർക്കസിൽ നിങ്ങൾ വരണം, നമ്മൾ പ്രത്യേകം എത്തിയും കുട്ടികളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ വിളിച്ചുകൊണ്ടുപോയി.
എന്നിട്ട് മൂപ്പരെ ഇരുത്തിയിട്ട് ദുആ ചെയ്യിച്ചു. ആളുകളെ കുട്ടികളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിച്ചു. മൂപ്പര് പണ്ട് ദർസിൽ കുറച്ച് ഓതിയ ആളാണ്. അപ്പൊ മൂപ്പർക്ക് സന്തോഷം, ആയിക്കോട്ടെ, മതത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല മൂപ്പര് ചിന്തിച്ച്, തെരഞ്ഞെടുപ്പ് ജയിക്കണമല്ലോ, ആമീൻ മൂപ്പരും പറഞ്ഞു പോയി. നിറഞ്ഞ വയറുമായിട്ട് മൂപ്പര് പോയി. എന്നിട്ട് കണക്കൂട്ടിയിട്ടുണ്ടാവും ഏകദേശം ഇത്ര വോട്ടിന് ജയിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഇത് ഹംസക്ക പറഞ്ഞ വാക്കാണ്, TK ഹംസ എന്ന CPM നേതാവ് പറഞ്ഞാണ്, CPM പ്രവർത്തകരെ കേട്ടോളൂ, ഇവരെ താങ്ങി നടന്ന നിങ്ങൾക്ക് പണി പിന്നെയും കിട്ടും. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇന്നലെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഇനി വോട്ട് ചെയ്യാം. അത് പണ്ട് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു ഒഴിവാക്കിയ തത്വ, അതിപ്പോ മൂപ്പരെടുക്കുക. ഇതൊരു കഷ്ടമാണ്. ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പഴയ സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ പെറുക്കില്ലേ, ആളുകൾ ഉപയോഗിച്ച് ഒഴിവാക്കിയത് എടുത്ത് പെറുക്കി നടക്കുക. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഒഴിവാക്കിയ തത്വമാണിത്. ആളെ മൂല്യം നോക്കി വോട്ട് ചെയ്യുക. നിങ്ങൾ ഏത് മൂല്യം നോക്കിയാ വോട്ട് ചെയ്യുക? വ്യക്തികളെ മൂല്യം നോക്കിയിട്ടല്ലേ നിങ്ങൾ വോട്ട് ചെയ്യുക? ഞങ്ങളെ മൂല്യം പറഞ്ഞു തരട്ടെ ഓരോ സ്ഥാനാർത്ഥിയുടെയും. വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? മാശറിയിൽ പോയിട്ട് വോട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ മാശറിയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളിങ്ങനെ നോക്കുക, എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യുക. അല്ലാതെ ദുന്യാവ് നിങ്ങൾ എങ്ങനെയാ മൂല്യം നോക്കിയിട്ട് ഈ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക? വ്യക്തിയുടെ നന്മ നോക്കിയിട്ട്. അങ്ങനെ നോക്കി നിങ്ങളെ ഭാഷയിൽ പിന്നെയും പോവുക എവിടത്തേക്കാ? മോദിന്റെ അടുത്തേക്കാണ് നിങ്ങളെ ഭാഷയിൽ പോവാ. എന്നിട്ട് ഹംസ സാഹിബിനോട് പറഞ്ഞു ഇങ്ങനെ ദുആ ചെയ്ത് ഇങ്ങനെയൊക്കെ വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഹംസ എതിർ സ്ഥാനാർത്ഥിയെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു കല്യാണ വീട്ടിൽ നിന്ന് കണ്ടുമുട്ടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പിന്നെ എല്ലാ കല്യാണ വീട്ടിലും രാഷ്ട്രീയ നേതാക്കൾ എത്തുമല്ലോ. അങ്ങനെ വന്നപ്പോ ഹംസഖാനോട് ഈ എതിർ സ്ഥാനാർത്ഥി മൂപ്പരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നേതാവിന്റെ സ്ഥാപനത്തിൽ ഞാൻ പോയിരുന്നു. എന്തിനാ പോയെന്ന് ചോദിച്ചു. അത് ദുആ ചെയ്യിക്കാൻ മൂപ്പര് വിളിച്ചു. എന്നോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നല്ലേ, എന്തായാലും നമ്മൾ എത്തിയും കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിക്കാം, വിജയം എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഈ കുട്ടികൾ ദുആ ചെയ്താൽ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് ദുആ ചെയ്യിച്ചിട്ടുണ്ട് തന്നെ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഹംസാക്ക് ചോദിച്ചു, അതെങ്ങനെ ഇപ്പൊ തോക്കുക? എന്നോട് ഇതന്നെയല്ലേ പറഞ്ഞത്? ഇത് ഞാൻ വെറുതെ പറയല്ല, TK ഹംസ സാഹിബ് പറഞ്ഞതാണിത്. എങ്ങനെയുണ്ട്? മൂപ്പരായിരുന്നു ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാവേണ്ടത്. പടച്ചോൻ കാത്തു ഈ സമുദായത്തെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പണ്ഡിതനല്ലായിരുന്നുവെങ്കിൽ കേരള മുസ്ലിങ്ങൾ എത്രമേൽ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. പണ്ഡിതനാക്കിയ നമ്മൾ അനുഗ്രഹിച്ചതാണ് പടച്ചോൻ, ഹിക്മത്താണ് റബ്ബിന്റെ. ഇത്രയല്ലേ സഹിക്കേണ്ടി വന്നിട്ടുള്ളൂ നമുക്ക്? ഇത്രയല്ലേ വന്നിട്ടുള്ള? ഒരു പരിധിയുണ്ട് മൂപ്പർക്കിതില്. നമ്മളെപ്പോലുള്ളവർ അതുപോലെ സംസ്ഥയുടെ നേതാക്കളും മറ്റും ശക്തമായി ഇടപെടുമ്പോ പലപ്പോഴും പ്രവർത്തനത്തിൽ പരിധി വരുന്നുണ്ട്. രാഷ്ട്രീയത്തിലാണ് മൂപ്പർക്കത് വരൂലായിരുന്നു. ഇങ്ങനെ വന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലക്ഷ്യം തന്നെ ഈ സമുദായത്തെ ഭിന്നിപ്പിക്കലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. 25 കൊല്ലം മുമ്പ്, കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഭിന്നിപ്പിച്ചിട്ട് അവരുടെ പത്രം സിറാജ്, അവരുടെ പത്രത്തിലൂടെ അവരെഴുതി. ആരെപ്പറ്റി എഴുതിയത്? ബാഫക്കി തങ്ങളെ കുറിച്ച് എഴുതി. കോഴിക്കോട്ടെ അരിക്കച്ചവടം നടത്തിയിരുന്ന തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റാക്കിയത് തന്നെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പിന്നീടുള്ള സംഭവവികാസങ്ങൾ തെളിയിച്ചു. ഇത് എഴുതിയതാരാ? VPM വില്യാപ്പള്ളി ഫൈസിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന PP മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് എഴുതിയത്. എന്നിട്ട് വീണ്ടും എഴുതുകയാണ്, അധികാരം ദുഷിപ്പിക്കുന്നു എന്ന ചൊല്ലിനുള്ള മികച്ച ഉദാഹരണങ്ങളും പുത്തനാശയക്കാർ വിശിഷ്യ മുജാഹിദുകൾ തന്റെ മറവിൽ ചൂഷണം നടത്തുന്നുവെന്ന വസ്തുതയും ശുദ്ധ മനോഗതിക്കാരനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ 90% ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് കാരണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും ശ്രദ്ധേയമായ എഴുത്താണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും പറഞ്ഞത്, ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയത് കൊണ്ടാണ് കേരളത്തിലെ സുന്നികൾ ഇന്ന് അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങളുടെയും കാരണം ബാഫക്കി തങ്ങളാണെന്ന് പോലും എഴുതി വച്ചിരിക്കുന്നു ഈ വിഭാഗം. എന്നിട്ടിപ്പോ എന്താ പറയുന്നത്? കാന്തപുരത്തിന്റെ 2ാം ഐഡിയ അദ്ദേഹം നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സമസ്ത വിരുദ്ധ ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കിയിട്ട് കേരള മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച കാന്തപുരത്തിന് എന്നെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. എന്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, 1200 ചില്ലാനും വീടുകളുള്ള മഹലിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടും നൂഹ് നബിക്ക് കിട്ടിയ ആളെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താ കാരണം? ഒന്നുമില്ല. എങ്ങനെ കിട്ടുക? ഈ നേതാക്കളല്ലേ ഞങ്ങൾ മാതൃകയായി കാണിക്കുന്നത്. ഈ നേതാക്കളെ മാതൃകയായി കാണിക്കേണ്ടി വന്നപ്പോഴുണ്ടായിരുന്ന ദുരന്തമായിരുന്നു അത്. എന്നിട്ടിപ്പോ പുതിയത് തീരുമാനിച്ചു. എന്താ? ഇനി സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേട്ടോളൂ, സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്.
മുസ്ലിം ലീഗിന്റെ പാവപ്പെട്ട പ്രവർത്തകർ ഈ സമുദായത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരാണ്. അള്ളാഹു അതിനെ ഖിയാമം വരെ സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിലനിർത്തുമാറാവട്ടെ. ആ നേതൃത്വത്തിന് ഒരു വീഴ്ചയും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് സംസ്ഥയുടെ നേതാക്കൾ. ആ നേതാക്കളെയും പ്രവർത്തകരെയും പരസ്പരം തെറ്റിക്കാൻ വേണ്ടി രാഷ്ട്രീയ രംഗത്ത് ഇവരുടെ സജീവരായ സാന്നിധ്യമുള്ള നേതാക്കളിൽ പലരും കയറിയിരുന്നിട്ട് സമസ്തക്കെതിരെ ചിന്തിപ്പിക്കുക എന്ന നിർബന്ധമായ ഒരു ചിന്തയുമായാണ് ഇപ്പോൾ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം നിങ്ങൾക്കിടയിൽ ഒരു പുതിയ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടിയുള്ള പുതിയ ഓറിയന്റലിസ്റ്റുകളുടെ ശ്രമങ്ങളെ പോലെ സിയോണിസത്തിന് വേണ്ടി ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നു. നമ്മളെ മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നത് പോലെ നമ്മുടെ മക്കളെ സംഘടനകളിലേക്ക് ഇവർ വിളിച്ചുകൊണ്ടുപോയിട്ട് എന്താ പറയുന്നത്? നിങ്ങളെ മക്കളെ കൂടെ വിട്ടു തന്നോളൂ, ഞങ്ങൾ ആ മക്കളെ ഇസ്ലാം പഠിപ്പിക്കാന്നാണ് ഇവർ പറയാറുള്ളത്. മറ്റു മതങ്ങളുടെ ആചാരങ്ങളെയും ഗ്രന്ഥങ്ങളെയും നമ്മൾ മാനിക്കാറുണ്ട്, നമ്മൾ അതിനെതിരല്ല. പക്ഷേ ഇവരുടെ പത്രത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ പത്രമാണിത്, റിസാല വാരിക. ഈ റിസാല വാരികയിൽ അവരെഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ചെറിയ കുട്ടികൾ, മതം പഠിക്കുന്ന കുട്ടികളായാലും അല്ലാത്തവരായാലും കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സർഗവേദി എന്ന പേരിലുള്ള ഒരു പംക്തിയിൽ ഇവർ പറയുന്ന ഒരു ലേഖനത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ഉമർ തങ്ങൾ ഇരുന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഏതോ ഒരു ഗ്രന്ഥത്തിന്റെ ഈ മുൻഗാമികളിൽ നിന്നുള്ള മുൻ മതങ്ങളിൽ നിന്നുള്ള ഏതോ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു അംശം വായിച്ചതിന്റെ പേരിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങൾ എന്ന വിശ്വാസത്തിന്റെ കാഠിന്യത്താൽ സമൂഹത്തിന് മാതൃകയായിരുന്ന ഉമർ തങ്ങളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി അത് വായിച്ചു പോകരുതെന്ന് കർശനമായി വിലക്കിയ, മറ്റു മതത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച സംസ്കാരം. എന്നിട്ടും ഇവരുടെ പത്രത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ഇത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക, SSFകാരനാവാൻ SOEസുകാരനാവാൻ നിങ്ങളുടെ മക്കളെ കാന്തപുരത്തിന്റെ കൂടെ അയക്കണ്ട. നിങ്ങളുടെ മക്കളെ അവരുടെ കൂടെ അയച്ചാൽ ഇസ്ലാമിനെ വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് തെളിയിക്കുന്ന രേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വായിക്കുന്നത്. അവരുടെ പത്രമായ റിസാലയുടെ സർഗവേദിയിൽ പറയുന്നു, ഈ ആഴ്ച ഒരു അസൈൻമെന്റ് ആവട്ടെ, മഹാഭാരതം വായിക്കുക. കുട്ടികളോടാണ് പറയുന്നത്. അവരുടെ SBS-ന്റെ കുട്ടികളോട് SSFകാരോട് പറയാണ്, മഹാഭാരതം വായിക്കുക, ശേഷം MTയുടെ രണ്ടാം മുഴം വായിക്കുക, പിന്നെ PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ലേഖനവും വായിക്കുക എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു റിസാല. അതേ സംഘടനയുടെ തന്നെ അതേ മുഖപത്രമായ റിസാലയുടെ മറ്റൊരു പതിപ്പിൽ അതേ പംക്തിയിലൂടെ കുട്ടികളോട് പറയാണ്, നിങ്ങൾ എന്ത് വേണം? എഴുതാൻ പൂതിയുള്ളവർ കവിത മാത്രം വായിച്ചാൽ പോരാ, നോവലും വായിക്കണം, ആത്മകഥയും വായിക്കണം, നാടകവും വായിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നാടകം വായിച്ച് കുട്ടികൾ വളർന്നാൽ എന്താ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ? ഇങ്ങനെ വായിച്ചു വളർന്ന കുട്ടികൾ SSFന്റെ സ്റ്റേജിൽ വാത് കഴിയുന്നതിന് മുമ്പ് കർട്ടൻ താഴ്ത്തിയിടും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അനൗൺസ് ചെയ്യും, ഇനി നമ്മുടെ മുഖ്യപ്രഭാഷണം അവസാനിച്ചിരിക്കുന്നു. നാടകം വായിച്ചു വളർന്ന SSFകാരൻ, റിസാല പറഞ്ഞ നാടകം വായിച്ചു വളർന്ന SSFകാരൻ പിന്നിൽ നിന്ന് അനൗൺസ് ചെയ്യും, ഇനി മുടിയാട്ട നാടകം. അരങ്ങിൽ ജാലിയവാല, ഹസ്രജി, കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് അനൗൺസ് ചെയ്യൂലേ ഈ റിസാല വായിച്ചു പഠിച്ചവൻ? ഈ നിലയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ അടുത്ത് കേരളം മുഴുവൻ എത്രത്തോളം ഏറ്റവും ആദ്യം ബോർഡ് വെക്കുന്ന പലരിലും പല സ്ഥലത്തും ബോർഡ് വരുന്നതിന് മുമ്പ് ഇവിടെയാണ് ബോർഡ് വരാറുള്ളത്. എന്താ ബോർഡ്? ഒരു കാലത്ത് കേരളം മുഴുവൻ വെച്ച ബോർഡ് എന്തായിരുന്നു? തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്ന പേരിൽ, പള്ളിയുടെ പേരിൽ ബോർഡ് വെച്ചത് നമ്മൾ മറന്നിട്ടില്ല. അന്ന് ബോർഡ് വെച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? തിരുകേശത്തിന് വേണ്ടി പള്ളി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അതേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാതൃഭൂമി എന്ന നാം കേരളത്തിൽ ഏറ്റവും ഏറെ വായിക്കപ്പെടുന്ന പത്രങ്ങളിലൊന്നായ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് എന്താണ്? അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ചുരുക്കുകയാണ്, അദ്ദേഹം മറുപടി പറഞ്ഞു, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരുകേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിന് ചുറ്റും ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നു. ഇത് പറഞ്ഞിട്ട് കാന്തപുരം മറുപടി പറഞ്ഞതെന്താ? ഞങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ പിരിവ് നടത്തിയിട്ടില്ല എന്നാണ് കാന്തപുരം പറഞ്ഞത് പള്ളിയുടെ പേരിൽ. പക്ഷേ കാന്തപുരം നടത്തിയ പിരിവിന്റെ റെസീറ്റാണ് എന്റെ കയ്യിലുള്ളത്. ഇങ്ങനെ കളവ് പറഞ്ഞ്
കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് പറയാൻ അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ ആ പേരിനി നിങ്ങൾ ഉപയോഗിക്കരുതെന്നും ആ പേരിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറി സമുദായത്തോട് മാപ്പ് പറയണമെന്നുമാണ് ഈ സമൂഹത്തിന് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു ഈ വിഭാഗത്തിന്റെ ശർറിൽ നിന്ന് നമ്മെ കാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.